ദി കോഷ്യൻ ടെസ്റ്റ്. ഈ ടെസ്റ്റ് നമ്മളൊരു സീരീസ് നമുക്ക് തരും. അതിന്റെ കൺവെർജൻസിന് കൺവെർജ് ചെയ്യുവോ ഡൈവേർജ് ചെയ്യുവോ എന്ന് ടെസ്റ്റ് ദ കൺവെർജൻസ് എന്ന് ചോദിക്കും. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഷ്യൻ ടെസ്റ്റ് ഉപയോഗിക്കുക. ചില സീരീസുകളുടെ കൺവെർജൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ കോഷ്യൻ ടെസ്റ്റ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, സോ ലെറ്റ് സിഗ്മ യു എൻ ആൻഡ് സിഗ്മ വി എൻ ബി ടു സീരീസ് വിത്ത് നോൺ നെഗറ്റീവ് ടേംസ്. ഓക്കെ, നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന സീരീസ് എല്ലാം നമ്മളിപ്പോൾ പഠിച്ച അത്രയും എടുത്ത് നമ്മൾ എടുക്കുന്നത് പോസിറ്റീവ് ടേംസ് മാത്രമാണ്. സീരീസിനകത്ത് നെഗറ്റീവ് ടേംസ് ഒന്നും പറ്റില്ല. പോസിറ്റീവ് ടേംസ് മാത്രം വരുന്ന സീരീസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെയും എടുത്തു പറയുന്നത് ഈ രണ്ട് സീരീസിലെയും ടേംസ് എന്താണ്, നോൺ നെഗറ്റീവ് ടേംസ് ആണ്. ആൻഡ് സപ്പോസ് ദാറ്റ് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി യു എൻ ബൈ വി എൻ ഈസ് ഈക്വൽ ടു റോ. യു എൻ എന്ന് പറഞ്ഞാൽ nth ടേം ഓഫ് ദി സീരീസ് സിഗ്മ യു എൻ ആൻഡ് സിഗ്മ വി എനിലെ nth ടേം ആണ് വി എൻ. സോ ആ nth ടേം എടുത്തിട്ട് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി യു എൻ ബൈ വി എൻ എന്ന് പറയുന്ന റേഷ്യോ ആണ് അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിന് റോ എന്ന് കൊടുക്കുകയാണ്. സോ റോ ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി യു എൻ ബൈ വി എൻ. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഈ സീരീസിന്റെ കൺവെർജൻസിനെ പറ്റിയാണ് ഇവിടെ പറയേണ്ടത്. ഓക്കെ, സോ നമുക്കൊരു സീരീസേ തരുള്ളൂ. സിഗ്മ യു എൻ എന്ന് പറയുന്ന സീരീസ് ആയിരിക്കും നമുക്ക് തരിക. സോ നമുക്ക് അതിന്റെ കൺവെർജൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ സൂട്ടബിൾ ആയിട്ടൊരു സീരീസ് വി എൻ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു സീരീസ് ആണ്. സോ നമ്മളൊരു സീരീസ് വി എൻ അതിന് സൂട്ടബിൾ ആവുന്ന ഒരു സീരീസ് ചൂസ് ചെയ്തിട്ട് ഈ റേഷ്യോ ഇവാലുവേറ്റ് ചെയ്യും. റോ എന്ന് പറയുന്ന റേഷ്യോ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി യു എൻ ബൈ വി എൻ. ഓക്കെ, എന്നിട്ട് ഈ റോയുടെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഈ സീരീസിന്റെ കൺവെർജൻസും ഡൈവർജൻസും പറയുക. നമുക്ക് സിഗ്മ യു എൻ എന്ന് പറയുന്ന സീരീസ് ആണ് ഗിവൺ സീരീസ്. സോ അതിന്റെ കൺവെർജൻസ് അല്ലെങ്കിൽ ഡൈവർജൻസ് നമ്മൾ പറയുന്നത് ഈ റോയുടെ വാല്യൂ വെച്ചിട്ടാണ്. സോ അതാണ് പറയുന്നത്. ദെൻ ഇഫ് റോ ഇസ് ഫൈനൈറ്റ് ആൻഡ് റോ ഗ്രേറ്റർ ദാൻ സീറോ, റോ എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് വാല്യൂവും അത് ഗ്രേറ്റർ ദാൻ സീറോയും ആണെങ്കിൽ ദെൻ ദ സീരീസ് ബോത്ത് കൺവെർജ് ഓർ ബോത്ത് ഡൈവേർജ്. അങ്ങനെ ആണെങ്കിൽ സിഗ്മ യു എന്നും സിഗ്മ വി എനും ഈ രണ്ട് സീരീസും ഒന്നെങ്കിൽ കൺവെർജ് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ ഡൈവേർജ് ചെയ്യും. സോ നമ്മൾ എടുക്കുന്ന ഈ സീരീസ് നമ്മൾ ചൂസ് ചെയ്യുന്ന സീരീസ് ആണ് ഞാൻ പറഞ്ഞു സിഗ്മ വി എൻ. ആ സീരീസ് കൺവെർജന്റ് ആണോ ഡൈവർജന്റ് ആണോ നമുക്ക് അറിയാവുന്ന ഒരു സീരീസ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ യൂഷ്വലി വി എൻ ആയിട്ട് ചൂസ് ചെയ്യുന്ന സീരീസുകൾ പി സീരീസോ അല്ലെങ്കിൽ ജോമെട്രിക് സീരീസോ ആയിരിക്കും. പി സീരീസിന്റെ കാര്യം നമുക്കറിയാം. സിഗ്മ എൻ 1/n റൈസ് ടു പി എന്താണ്, ഡൈവർജസ് when p less than or equal to 1 and converges when p greater than 1. അതേപോലെ ജോമെട്രിക് സീരീസിന്റെ നമുക്കറിയാം എന്താണ്, a geometric series converges if the common ratio r is less than 1 and diverges if r is greater than 1. Okay, സോ നമ്മൾ ചൂസ് ചെയ്യുന്ന സീരീസ് നമ്മൾ ജോമെട്രിക് സീരീസോ പി സീരീസോ നമുക്ക് അതിന്റെ കൺവെർജൻസിനെ പറ്റി അറിയാവുന്ന സീരീസുകൾ മാത്രമേ നമ്മൾ ചൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇവിടെ പറയുന്ന റോ ഇസ് ഫൈനൈറ്റ് ആൻഡ് റോ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ ഈ രണ്ട് സീരീസും ഒന്നെങ്കിൽ കൺവെർജ് ചെയ്യും അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യും. സോ നമുക്ക് സിഗ്മ വി എന്റെ കൺവെർജൻസ് അറിയാം. സോ സിഗ്മ വി എൻ കൺവെർജ് ചെയ്താൽ അവിടെ സിഗ്മ യു എന്നും എന്ത് ചെയ്യും, കൺവെർജ് ചെയ്യും. ഇനി സിഗ്മ വി എൻ ഡൈവേർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിഗ്മ യു എന്നും എന്ത് ചെയ്യും, ഡൈവേർജ് ചെയ്യും. സോ അങ്ങനെയാണ് ഈ റിസൾട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, കാരണം റോ ഇസ് ഫൈനൈറ്റ് ആൻഡ് റോ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ ഒന്നെങ്കിൽ രണ്ട് സീരീസും കൺവെർജ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു സീരീസിന്റെ കൺവെർജൻസ് അറിയാമെങ്കിൽ നമുക്ക് മറ്റേതിന്റെയും പറയാം, ഓർ ബോത്ത് ഡൈവേർജ്. ഓക്കെ, അതേപോലെ സെക്കൻഡ് കണ്ടീഷൻ എന്താണ് പറയുന്നത് കോഷ്യൻ ടെസ്റ്റിന്റെ, ഇഫ് റോ ഈക്വൽ ടു സീറോ, ഈ കണ്ടുപിടിക്കുന്ന ലിമിറ്റിന്റെ വാല്യൂ സീറോ ആണ് ആൻഡ് സിഗ്മ വി എൻ കൺവെർജസ്, റോ സീറോയും സിഗ്മ വി എൻ കൺവെർജ് ചെയ്യുകയുമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സിഗ്മ യു എൻ എന്ത് ചെയ്യും, സിഗ്മ യു എനും കൺവെർജ് ചെയ്യും. ഓക്കെ, അതേപോലെ ഇഫ് റോ ഈസ് ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി ആൻഡ് സിഗ്മ വി എൻ ഡൈവർജസ്, റോയുടെ വാല്യൂ പ്ലസ് ഇൻഫിനിറ്റിയും സിഗ്മ വി എൻ ഡൈവർജ് ചെയ്യുകയും ചെയ്താൽ ദെൻ സിഗ്മ യു എൻ എന്ത് ചെയ്യും, ഡൈവർജ് ചെയ്യും. ഓക്കെ, ഇത് മൂന്നാമത്തെ കണ്ടീഷൻ ആണ്. 3 എന്ന് പറയുന്ന നമ്പർ ഞാനിവിടെ കൊടുക്കാൻ വിട്ടുപോയതാണ്. ഓക്കെ, നിങ്ങളത് കൊടുത്തോളാം. ദിസ് ഇസ് ദ കണ്ടീഷൻ നമ്പർ 3. ഓക്കെ, സോ ഇതാണ് കോഷ്യൻ ടെസ്റ്റ് പറയുന്നത്. ഈ ടെസ്റ്റ് കാണാതെ പഠിക്കണം. ഇതിന്റെ ഈ ടെസ്റ്റ് ഇങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ആ ടെസ്റ്റ് വെച്ച് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ടെസ്റ്റ് ദി കൺവെർജൻസ് ഓഫ് ദി ഫോളോയിങ് സീരീസ്. സോ ഫസ്റ്റ് സീരീസ് നമുക്ക് തന്നത് 3/5 plus 5/9 plus 7/16 plus 9/25 plus etc. That is equal to sigma n equal to 1 to infinity. ചിലപ്പോൾ ഈ സീരീസ് മാത്രമേ തരുള്ളൂ. സോ ജനറൽ ടേം എഴുതാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇതിന്റെ ജനറൽ ടേം എന്താ വരുക, ന്യൂമറേറ്റർ 2n plus 1 അല്ലേ, n-ന് 1 കൊടുത്താൽ 2n plus 1 2 into 1 plus 1 3, 3, 5, 7, 9 ഇങ്ങനെ ഓഡ് നമ്പേഴ്സ് വരുമ്പോൾ 2n plus 1 ആയിരിക്കും. അത് 3-ൽ തുടങ്ങിയ, ഇനി 1-ലാണ് തുടങ്ങുന്നതെങ്കിൽ എന്താ വരിക, 2n minus 1 ആയിരിക്കും വരിക. ഓക്കെ, സോ ഇവിടെ 2n plus 1. ഇനി ഡിനോമിനേറ്റർ നോക്കിയാൽ എന്താണ് വരിക, സോ എന്താണ് വരിക, n plus 1 ദ ഹോൾ സ്ക്വയർ അല്ലേ വരിക. ഓക്കെ, 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 ഇവിടെ ഈ ഫസ്റ്റ് ടേമിന്റെ ഡിനോമിനേറ്റർ 3/4 ആക്കിക്കോണം കേട്ടോ. അത് ടെക്സ്റ്റിൽ വന്ന മിസ്റ്റേക്ക് ആണ്. 3/5 അല്ല, അത് 3/4 ആണ്. ഓക്കെ,
സോ ഡിനോമിനേറ്റർ എന്താ വരിക n+4 അല്ലേ ഫസ്റ്റ് ടേം, സോ 2ന്റെ സ്ക്വയർ, സോ n+1 ദ ഹോൾ സ്ക്വയർ വരിക. അടുത്തത് 3ന്റെ സ്ക്വയർ, സോ n+1 ദ ഹോൾ സ്ക്വയർ. ഈ രീതിയിലായിരിക്കും സീരീസ് വരിക. ഇതിപ്പോ ജനറൽ ടേമോട് തന്നിട്ടുണ്ട്, തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ തന്നെ എഴുതണം, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സീരീസിനാണ് നമ്മൾ സിഗ്മ യു എൻ എന്ന് വിളിക്കുക. സോ ഇവിടെ യു എൻ എന്താണ്, സൊല്യൂഷൻ നോക്കാം. യു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ nth ടേം 2n+1/n+1 the whole square, that is 2n+1/n+1 the whole square is n² + 2n+1. സോ ഇവിടെ കോഷ്യൻ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു സീരീസ് വി എൻ ചൂസ് ചെയ്യണം. സോ ആ സീരീസിന്റെ nth ടേം ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നത് വി എൻ ഈസ് ഈക്വൽ ടു 1/n. സോ സിഗ്മ വി എൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും, സിഗ്മ 1/n, അതെന്ന് പറയുന്ന ഒരു എന്താണ് പി സീരീസ് ആണ്. സിഗ്മ 1/n⁻p എന്ന ഫോമുല അല്ലേ, പി ഈസ് ഈക്വൽ ടു 1 വരും. സോ നമുക്ക് പി സീരീസിന്റെയും ജോമെട്രിക് സീരീസിന്റെ കൺവേർജൻസ് നമുക്ക് അറിയാവുന്നത്. സോ അതുകൊണ്ടാണ് യൂഷ്വലി നമ്മൾ പി സീരീസോ ജോമെട്രിക് സീരീസോ മാത്രമാണ് ചൂസ് ചെയ്യുക. ഓക്കെ, കാരണം അതിന്റെ കൺവേർജൻസ് ആണ് നമുക്ക് ഓൾറെഡി അറിയാവുന്നത്. സോ ഇവിടെ വി എൻ ആയിട്ട് ഞാൻ 1/n ചൂസ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഈ 1/n ചൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ നോക്കുക, ഈ യു എൻ്റെ ഡിനോമിനേറ്ററിൽ എന്നിന്റെ മാക്സിമം പവർ എത്രയാണ് വന്നിരിക്കുന്നത്, 1 ആണ്. സോ നമുക്ക് അത് n ഔട്ട് സൈഡ് എടുക്കാം. അതേപോലെ ഡിനോമിനേറ്ററിൽ എന്നിന്റെ മാക്സിമം പവർ എന്താ വന്നിരിക്കുന്നത്, n² ആണ്. സോ അവിടുന്ന് n² ആണ് ഔട്ട് സൈഡ് എടുക്കുന്നത്. സോ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എന്താണ്, ന്യൂമറേറ്ററിൽ എന്നും ഡിനോമിനേറ്ററിൽ n² തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഡിനോമിനേറ്ററിൽ പിന്നെ ഒരു n വരും, കാരണം ഡിനോമിനേറ്ററിൽ നിന്ന് n² ആണ് മാക്സിമം നമുക്ക് ഔട്ട് സൈഡ് എടുക്കാൻ പറ്റുന്നത്. സോ അങ്ങനെ ആണെങ്കിൽ മൊത്തം ലിമിറ്റ് n ടെൻഡൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ യൂഷ്വലി എന്നിന്റെ മാക്സിമം പവേഴ്സ് ഔട്ട് സൈഡ് എടുത്തിട്ട് ക്യാൻസൽ ചെയ്ത് കളയുക ചെയ്തത്. സോ എന്താണ്, ന്യൂമറേറ്ററിലും n² തന്നെ വരണം. ഇവിടുത്തെ ഡിനോമിനേറ്ററിൽ n² അല്ലേ മാക്സിമം പവർ വന്നിരിക്കും. സോ ന്യൂമറേറ്ററിൽ n² തന്നെ മാക്സിമം പവർ വേണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഒരു n വെച്ച് ആക്ച്വലി മൾട്ടിപ്ലൈ ആണ്. സോ ഞാൻ വി എൻ ആയിട്ട് 1/n ചൂസ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, യു എൻ ബൈ വി എൻ, റോ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് n ടെൻഡൻസ് ടു ഇൻഫിനിറ്റി യു എൻ ബൈ വി എൻ. സോ നിങ്ങൾ നോക്കുക, ലിമിറ്റ് n ടെൻഡൻസ് ടു ഇൻഫിനിറ്റി യു എൻ എഴുതി ബൈ 1/n. സോ ഈ 1/n എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ a ബൈ ബി ബൈ സി ബൈ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. സോ എന്താ ചെയ്യുന്നത്, ലിമിറ്റ് n ടെൻഡൻസ് ടു ഇൻഫിനിറ്റി ഈ 2n+1/n² + 1 × n/1 റെസിപ്രോക്കൽ വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, a ബൈ ബി ബൈ സി ബൈ ഡി എന്ന് വരുമ്പോൾ സോ എന്ത് വരും, n ന്യൂമറേറ്ററിൽ പോകും. അപ്പൊ അവിടുത്തെ മാക്സിമം പവർ എന്താവും, അവിടുത്തെ മാക്സിമം പവർ എന്ന് പറയുന്നത് n² ആകും. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ 1/n ചൂസ് ചെയ്യുക. നിങ്ങൾ നോക്കിയാൽ മതി, എപ്പോഴും നിങ്ങൾക്ക് തന്നിരിക്കുന്ന വി എൻ ന്യൂമറേറ്ററിന്റെ അതേ പവർ തന്നെ, മാക്സിമം പവർ തന്നെ ഡിനോമിനേറ്ററിലും വരണം. ഇപ്പൊ ഡിനോമിനേറ്ററിൽ n², ന്യൂമറേറ്ററിൽ n² ആണെങ്കിൽ എന്ത് ചെയ്യണം, ഒരു 1/n എടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് n ടെൻഡൻസ് ടു ഇൻഫിനിറ്റി യു എൻ ബൈ വി എൻ എടുക്കുമ്പോൾ എന്താണ്, റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ആണ് ഈ വി എൻ്റെ. സോ അപ്പൊ ഈ n മേളിൽ ചെല്ലും. സോ അത് n² ആയി മാറും. അതുകൊണ്ടാണ് ഞാനിവിടെ 1/n ചൂസ് ചെയ്തത്. സോ ഇവിടുന്ന് ഞാൻ എന്താണ്, ന്യൂമറേറ്ററിൽ നിന്ന് 2n+1 നിന്നും ഒരു n ഔട്ട് സൈഡ് എടുക്കുന്നു. ലിമിറ്റ് n ടെൻഡൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ യൂഷ്വലി അതാ ചെയ്യുന്നത്, 1/n ടേംസ് വരണം. സോ അതുകൊണ്ട് വേണ്ടി നമ്മൾ എന്നിന്റെ മാക്സിമം പവർ ഔട്ട് സൈഡ് എടുക്കും. സോ ഇവിടുന്ന് ഒരു n ഔട്ട് സൈഡ് എടുക്കുമ്പോൾ n ആകും, n × 2 + 1/n. ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു n² എടുക്കുമ്പോൾ എന്ത് വരും, 1 + 2/n + 1/n² എന്ന് വരും. n² ആൻഡ് n² ഗെറ്റ് ക്യാൻസൽ. ലിമിറ്റ് n ടെൻഡൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, ഈ 1/n 0യിലേക്ക് പോകും. അതേപോലെ ഈ 2/n ഉം 1/n² എല്ലാം 0യിലേക്ക് പോകും. ബാക്കി എന്ത് വരും, 2/1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഗ്രേറ്റർ ദാൻ 0. ദസ് റോ ഈസ് ഫൈനൈറ്റ്. എന്താണ്, റോയുടെ വാല്യൂ എന്താണ്, ഫൈനൈറ്റ് വാല്യൂ ആണ്, ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 0. സോ ബൈ കോഷ്യൻ ടെസ്റ്റിന്റെ ഫസ്റ്റ് കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. നമുക്ക് അത് വെച്ച് എന്ത് പറയാം, ബോത്ത് സിഗ്മ യു എൻ ആൻഡ് വി എൻ കൺവെർജ് അല്ലെങ്കിൽ ബോത്ത് ഡൈവർജ്. എന്നാൽ സിഗ്മ വി എൻ എന്ന് പറയുന്ന സീരീസ് എന്താണ്, സിഗ്മ വി എൻ ഈസ് സിഗ്മ 1/n ദാറ്റ് ഡൈവർജസ്. കാരണം എന്താ, ആസ് ഇറ്റ് ഈസ് എ പി സീരീസ് വിത്ത് p ഈസ് ഈക്വൽ ടു 1. ഒരു പി സീരീസ് എപ്പോഴാണ് ഡൈവർജ് ചെയ്യുന്നത്, വെൻ p ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ. ഇവിടെ n⁻p, അതിൽ p എന്ന് പറയുന്ന 1 ആണ്. സോ സിഗ്മ വി എൻ ഡൈവർജ് ചെയ്യും. ഇത് രണ്ടും ഒരേപോലെ ബിഹേവ് ചെയ്യുന്നല്ലേ പറഞ്ഞത് കോഷ്യൻ ടെസ്റ്റ് വെച്ച്. അങ്ങനെ ആണെങ്കിൽ സിഗ്മ യു എന്നും എന്ത് ചെയ്യും, ഡൈവർജ് ചെയ്യുന്ന കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 1/1 + 1/3 + 1/7 + 1/15 + etc. that is equal to sigma 1/2n - 1. ഇവിടെ nth ടേം ഇപ്പൊ തന്നിട്ടുണ്ട്. സോ യു എൻ എന്ന് പറയുന്നത്, സോ നിങ്ങൾ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്തോണം ഈ nth ടേം എഴുതാനായിട്ട്. ചിലപ്പോൾ ഈ nth ടേം തരില്ല, സീരീസ് മാത്രമായിരിക്കും ഇങ്ങനെ തരിക. ഇവിടെ നമ്മൾ നോക്കിയാൽ ഫസ്റ്റ് 2ൽ നിന്ന് 1 മൈനസ് ചെയ്യുന്നതാണ് 1. അടുത്തത് എന്താണ്, 4ൽ നിന്ന് 2² നിന്ന് 1 മൈനസ് ചെയ്യുന്നതാണ് 3. അടുത്തത് എന്താണ്, 8. 8ൽ നിന്ന് 1 മൈനസ് ചെയ്യുന്ന 7. അതായത് 2³ നിന്ന് 1 മൈനസ് ചെയ്യുന്നു. സോ ഇൻ ജനറൽ യു എൻ 1/2n - 1 വരും. സോ ഇവിടെ വി എൻ ആയിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത്, വി എൻ ആയിട്ട് 1/2n ആണ് ചൂസ് ചെയ്യുന്നത്. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഇവിടെ n വരുന്ന മാക്സിമം ടേം എന്താണ്, 2n അല്ലേ നമുക്ക് ഇവിടെ ഡിനോമിനേറ്ററിൽ നിന്ന് ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും. സോ ന്യൂമറേറ്ററിൽ എന്ത് വരണം, ഒരു 2n ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് പോകും ഓ എടുക്കാൻ നേരത്ത്. സോ അതിനുവേണ്ടി വി എൻ എന്തായിട്ട് ചൂസ് ചെയ്യുന്നു, 1/2n ആയിട്ട്. ഓക്കെ, so rho is equal to limit n tends to infinity un by vn. So 1/2n - 1/1/2n. So ഇതെന്ത് ചെയ്യണം,
ഇതിന്റെ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/2n - 1 ഇൻറ്റു 1/2n റെസിപ്രോക്കൽ 2n ബൈ 1. സോ അത് ഇങ്ങനെ കിട്ടും. ഇനി 2n ഡിനോമിനേറ്ററിൽ നിന്ന് ഔട്ട് സൈഡ് എടുക്കുന്നു. അപ്പോൾ എന്ത് വരും? 1 ഇൻറ്റു 1 - 1/2n. So this 2n and 2n get cancel. And limit n tends to infinity apply ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ ഈ 1/2n എങ്ങോട്ട് പോകുമെന്ന് അറിയണം. അതിവിടെ കൊടുത്തിട്ടുണ്ട്. n tends to infinity ആകുമ്പോൾ 2n എങ്ങോട്ടായിരിക്കും പോകുന്നത്? 2n ഇൻഫിനിറ്റിയിലേക്ക് പോകും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. 2ന്റെ n tends to infinity, n-ന്റെ പവർ 2/1, 2/2, 2/3 അതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവല്ലേ. സോ ഇൻക്രീസ് ചെയ്ത് n ഇൻഫിനിറ്റി പോകുമ്പോൾ 2n എങ്ങോട്ട് പോകും? ഇൻഫിനിറ്റിയിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ 1/2n എങ്ങോട്ട് പോകും? 0യിലേക്ക് പോകും. സോ ഇതെന്ത് വരും? 1/1 - 0 എന്ന് വരും. സോ 1/1 ദാറ്റ് ഈസ് 1. സോ ഇവിടെ നമുക്ക് എന്താണ്? റോയുടെ വാല്യൂ ഫൈനൈറ്റ് ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ബൈ കോഷ്യൻ ടെസ്റ്റ് എന്താണ്? ഫസ്റ്റ് പാർട്ട് തന്നെ ബൈ ബോത്ത് സിഗ്മ UN ആൻഡ് സിഗ്മ UN കൺവെർജ് ഓർ ബോത്ത് ഡൈവേർജ്. എന്നാൽ സിഗ്മ VN നമ്മൾ ചൂസ് ചെയ്ത സീരീസ് എന്താണ്? സിഗ്മ 1/2n കൺവെർജസ്. കാരണം എന്താ? ആസ് ഇറ്റ് ഈസ് എ ജോമെട്രിക് സീരീസ് വിത്ത് കോമൺ റേഷ്യോ എന്താണ്? അതിന്റെ 1/2 ആണ്. കാരണം ഇതിലെ ടേംസ് എന്താണ്? 1/2 + 1/2² + 1/2³ + എക്സെട്ര. അതൊരു ജോമെട്രിക് സീരീസ് ആണ് വിത്ത് കോമൺ റേഷ്യോ 1/2 ആൻഡ് 1/2 is less than 1. കോമൺ റേഷ്യോ ലെസ് ദാൻ 1 ആവുന്ന ജോമെട്രിക് സീരീസ് എല്ലാം കൺവെർജ് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചത്. സോ സിഗ്മ VN കൺവെർജ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സിഗ്മ UN ഉം എന്ത് ചെയ്യും? കൺവെർജ് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. 1 + 2 log 2/9 + 1 + 3 log 3/14 + 1 + 4 log 4/21 + etc. That is equal to sigma n equal to 1 to infinity 1 + n log n by n² + 5 എന്ന് എഴുതാം. സോ UN is 1 + n log n by n² + 5. സോ VN ആയിട്ട് ഞാൻ എന്ത് ചൂസ് ചെയ്യണം? നിങ്ങൾ നോക്കുക. UN നോക്കുക. UN-ല് എന്താണ് ഇവിടെ? ന്യൂമറേറ്ററിൽ മാക്സിമം n-ന്റെ പവർ എന്താണ്? 1 ആണ് വന്നിരിക്കുന്നത്. ഡിനോമിനേറ്ററിൽ n². സോ ന്യൂമറേറ്ററിലും n² വരണം. നമ്മൾ ഈ ലിമിറ്റ് n ടെൻഡൻസ് ടു ഇൻഫിനിറ്റി UN/VN എന്ന് എടുക്കും. അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്ററിൽ n കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? VN ആയിട്ട് 1/n ചൂസ് ചെയ്താൽ മതി. സോ നമ്മൾ യൂഷ്വലി ചെയ്യുന്നു. ഇവിടെ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n ന്യൂമറേറ്ററിൽ വരും. ഇനി ഈ 1 + n log n ഒരു n ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എന്ത് വരും? n² ഇൻറ്റു 1/n + log n എന്ന് വരും. അതേപോലെ ഡിനോമിനേറ്ററിൽ നിന്ന് n² ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 1 + 5/n². n² ആൻഡ് n² ഗെറ്റ് ക്യാൻസൽ. ലിമിറ്റ് n ടെൻഡൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ 1/n 0യിലേക്ക് പോകും. log n എങ്ങോട്ടാ പോകുന്നത്? ഇൻഫിനിറ്റിയിലേക്കാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ആസ് n ടെൻഡൻസ് ടു ഇൻഫിനിറ്റി log n ഇൻഫിനിറ്റിയിലേക്കാണ്. കാരണം log 1 0 ആണ്, log 2 log 3 അതിങ്ങനെ ഇൻക്രീസ് ചെയ്താ പോകുന്നത്. സോ log n ഇൻഫിനിറ്റിയിലേക്ക് പോകും. സോ 0 + ഇൻഫിനിറ്റി ബൈ ഇതെന്ത് വരും? 1 + 5/n². n ടെൻഡൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഡിനോമിനേറ്റർ അല്ലേ n. സോ 5/n² 0യിലേക്ക് പോകും. സോ 1 + 0. സോ ന്യൂമറേറ്ററിൽ ഇൻഫിനിറ്റി വരുന്നതുകൊണ്ട് ലിമിറ്റ് എന്ത് വരും? ഇൻഫിനിറ്റി ആണ്. ഓക്കെ. സോ ലിമിറ്റ് ഇൻഫിനിറ്റി കിട്ടി. ഇനി നമുക്ക് ലിമിറ്റ് ഇൻഫിനിറ്റി റോയുടെ വാല്യൂ ഇൻഫിനിറ്റി കിട്ടുന്ന കോഷ്യൻ ടെസ്റ്റിന്റെ തേർഡ് കണ്ടീഷൻ എടുത്ത് നോക്കാം. സോ റോ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റിയും സിഗ്മ VN ഡൈവേർജ് ചെയ്താൽ സിഗ്മ UN ഡൈവേർജ് ചെയ്യുമെന്നാണ് തേർഡ് കണ്ടീഷൻ പറയുക. സോ റോ ഇൻഫിനിറ്റി കിട്ടി. ഇനി സിഗ്മ VN എന്താണ്? സിഗ്മ VN ഈ സിഗ്മ 1/n അത് ഡൈവേർജസ് ആണ്. കാരണം ഇറ്റ് ഈസ് എ P സീരീസ് വിത്ത് P ഈക്വൽ ടു 1. സോ അതുകൊണ്ട് തന്നെ റോ ഇൻഫിനിറ്റി ആണ്, സിഗ്മ VN ഡൈവേർജ് ചെയ്യുക. സോ കോഷ്യൻ ടെസ്റ്റിലെ തേർഡ് പാർട്ട് വെച്ച് നമുക്ക് എന്ത് കിട്ടും? സിഗ്മ UN ഉം ഡൈവേർജ് ചെയ്യും. സോ ദി ഗിവൺ സീരീസ് ഡൈവേർജസ്. ഓക്കെ.